ശുഭ്മാൻ ഗിൽ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ സഹതാപമാണ് വരുന്നത്. ഇത്രയധികം വിമർശനങ്ങൾ ഗിൽ അർഹിക്കുന്നില്ല എന്നതാണ് സത്യം. 3 ഫോർമാറ്റ് പ്ലെയർ എന്ന ടാഗും ക്യാപ്റ്റൻസിയും സുഖകരമായി അനുഭവിക്കുന്ന എന്തോ സംഭവമാണ് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പല അഭിപ്രായങ്ങളും കാണുമ്പോൾ അതാണ് തോന്നുന്നത്. സത്യത്തിൽ ഇതിനേക്കാൾ വലിയ മുൾക്കിരീടം വേറെയുണ്ടോ? വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും എന്ന് വേണ്ട കളിക്കാരന്റെ ജീവിതത്തിൽ ഓരോ മൊമെന്റും പ്രത്യേകമായി ഓഡിറ്റ് പൊസിഷനാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻസി. ഒപ്പം ഇഷ്ടപ്പെട്ട കളിക്കാരുടെ പൊസിഷനിലാണ് കളിക്കുന്നതെങ്കിൽ ഒരു മികച്ച ഇന്നിംഗ്സിൽ പോലും ഫാൻസ് കുറ്റം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. വിരാട് കോഹ്ലിയെ പോലെ ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയർ ഇനി ഉണ്ടാകില്ല. അത് BCCI മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഏകദിന ക്രിക്കറ്റിൽ പടുത്തുയർത്തിയ ഗെയിമാണ് കോഹ്ലിയുടേത്. അവിടെ നിന്നും സ്പീഡ് കുറച്ചാൽ ടെസ്റ്റ് ക്രിക്കറ്റും, സ്പീഡ് കൂട്ടിയാൽ T20യും. ടെക്നിക്കിലോ ഷോട്ടുകളിലോ വ്യത്യാസങ്ങളൊന്നുമില്ല. 135-140 സ്ട്രൈക്ക് റേറ്റ് T20യിൽ അക്സെപ്റ്റബിൾ ആയ കാലത്ത് വിരാടിന്റെ ഈ ടെക്നിക്ക് ഇന്ന് 100 സ്ട്രൈക്ക് ഏകദിനത്തിൽ മികച്ചതാണെങ്കിലും T20യിൽ 150-ന് പുറത്ത് റൈറ്റ് ഉണ്ടെങ്കിലേ മികച്ച T20 കളിക്കാരനാകും. ഈ ഒരു ജമ്പ് ഓരോ ഫോർമാറ്റിൽ നിന്നും സ്വിച്ച് ചെയ്യുമ്പോൾ അച്ചീവ് ചെയ്യാൻ വൈവിധ്യങ്ങളായ ഷോട്ടുകളില്ലെങ്കിൽ ഇമ്പോസിബിൾ ആണ്. ഗില്ലിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും ഇത് തന്നെയാണ്. ഓരോ കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിനെ മുമ്പോട്ട് നയിക്കാൻ പോസ്റ്റർ ബോയ്കൾ ഉണ്ടാകാറുണ്ട്. ചിലർ സ്വാഭാവികമായി വരുമ്പോൾ മറ്റുള്ളവരെ BCCI ഒരുക്കിയെടുക്കാറുമുണ്ട്. അവരിലൂടെ ക്രിക്കറ്റ് മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് വരുമാനം കൂടുന്നതും. മികച്ച ടാലന്റ്, ഓൾ ഫോർമാറ്റ് കാപ്പബിലിറ്റി, കാമൺ കമ്പോസഡ്, പ്രസന്റബിൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ സെലക്ഷനിൽ വരാറുണ്ട്. നിലവിലുള്ള യുവതാരങ്ങളിൽ ഗില്ലിനാണ് തൽക്കാലം ഇതെല്ലാം ഒത്തുവരുന്നത്. SSC 3 ഫോർമാറ്റ് പ്ലെയറാകാൻ കെൽപ്പുള്ള താരമാണെങ്കിലും അവന്റെ ചൂടൻ സ്വഭാവം പോസ്റ്റർ ബോയ് ആക്കുന്നതിന് തടസ്സമാക്കുന്നുണ്ട്. KL രാഹുലിനെ പരീക്ഷിച്ച് ഋഷഭ് പന്തിലൂടെ ഗില്ലിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഗില്ലിന് തൽക്കാലം എല്ലാ ഫോർമാറ്റിലും അവസരം കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും ഗില്ലിന്റെ തെറ്റല്ല. ഒരു കളിക്കാരനെ ഐഡന്റിഫൈ ചെയ്ത് അയാൾക്ക് സ്ഥാനങ്ങൾ കൊടുക്കുമ്പോൾ ധിക്കരിച്ചാൽ കോൺട്രാക്റ്റിൽ നിന്നും ചിലപ്പോൾ കരിയർ തന്നെ നിന്ന് പോയേക്കാവുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് മുൾക്കിരീടമായാലും അത് ഏറ്റുവാങ്ങുകയേ നിവർത്തിയുള്ളൂ. മറുവശത്ത് ഇതൊക്കെ അറിയാമെങ്കിലും സാഹചര്യം മുതലെടുത്ത് ലൈക്കുകൾ വാരിക്കൂട്ടാൻ ഓൺലൈൻ ചാനലുകൾ തുടങ്ങി വിമർശിക്കുന്ന എക്സ് ക്രിക്കറ്റർമാരുടെ പടയുണ്ട്. തനിക്കൊട്ടും സുഖകരമല്ലാത്ത രീതിയിൽ റീപ്ലേസ് ചെയ്യേണ്ടി വന്ന ക്യാപ്റ്റനുമൊത്ത് ഓപ്പണിംഗ് ഇറങ്ങേണ്ടി വരുന്ന പ്രഷർ മറ്റൊരു ഭാഗത്ത്. തന്നെക്കാളും അർഹതയുള്ളവരുടെ സ്ഥാനത്ത് അവർ നോക്കി നിൽക്കെ ബാറ്റ് ചെയ്യേണ്ടി വരുന്നതിന്റെ പ്രഷർ വേറെയും. പഴയ കളിക്കാർ വിരമിച്ച് പുതിയ കളിക്കാരുടെ ടെസ്റ്റ് ടീം ക്യാപ്റ്റനായപ്പോൾ ലഭിച്ചിരുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള കളിശൈലി ലിമിറ്റഡ് ഓവറുകളിൽ ഉടനെയൊന്നും കിട്ടാൻ പോകുന്നുമില്ല. ക്യാപ്റ്റനായി ടെസ്റ്റിൽ മികച്ച തുടക്കം ലഭിച്ച ഗില്ലിന്റെ വൈറ്റ് ബോൾ ഗെയിം എത്ര പെട്ടെന്നാണ് കീഴ്മേഴ്മറിയുന്നത്. ഏകദിനത്തിൽ 58 ശരാശരിയിൽ മികച്ച സ്ഥിരതയോടെ കളിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാം പ്രഷർ കൊണ്ട് തന്നെ ഉണ്ടായതാണ്. ഈ ഒരു ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഗില്ലിനേക്കാൾ പ്രഷർ അനുഭവിക്കുന്ന മറ്റൊരു കളിക്കാരൻ ഉണ്ടാകില്ല.